നമസ്കാരം. ഇത് കിടപ്പിലായവരെയും സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഓറൽ ഹെൽത്ത് കെയർ പരിശീലന പരമ്പരയുടെ ഒരു ഭാഗമാണ്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദും പിന്നെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡോക്ടർ വിവേക് ജിയും ചേർന്ന് തയ്യാറാക്കിയ പഠന സഹായികളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു വിശദമായ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പരമ്പര കഴിയുമ്പോഴേക്കും പരിചരണം ആവശ്യമുള്ളവരുടെ വായിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ദിവസേനയുള്ള വായുടെ ശുചിത്വം ഉറപ്പാക്കാനും ചെറിയ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇന്ന് നമ്മൾ ഇതിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ വായയുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം, വായയുടെ ഭാഗങ്ങൾ ഇതൊക്കെ സംസാരിച്ചല്ലോ. ഇന്ന് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മൾ പരിചരിക്കുന്ന ആശ്രയത്വമുള്ള ആൾക്കാരുടെ വായ അതെങ്ങനെ വൃത്തിയായി ആരോഗ്യത്തോടെ അവർക്കൊരു സുഖം തോന്നുന്ന രീതിയിൽ സൂക്ഷിക്കാം, അതിനെന്തൊക്കെ ഉപകരണങ്ങൾ, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാം, അതാണ് വിഷയം. ഒരു കാര്യം ആദ്യമേ പറയാം, ഇതിന് ഭയങ്കര വില കൂടിയതോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പ്രയാസമുള്ളതോ ആയ ഉപകരണങ്ങളൊന്നും വേണ്ട. വളരെ സിമ്പിളായ, സുരക്ഷിതമായ, എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ മതി. ഈ ഒരു സംസാരം കഴിയുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാ, അതെങ്ങനെ ഉപയോഗിക്കണം, ഒരു ബേസിക് ഓറൽ കെയർ കിറ്റ് അല്ലെങ്കിൽ ഒരു ട്രേ എങ്ങനെ റെഡിയാക്കാം, പിന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലില്ലെങ്കിൽ വീട്ടിലുള്ള ബദൽ മാർഗങ്ങൾ എന്തൊക്കെ, ഉപയോഗിച്ച സാധനങ്ങൾ എങ്ങനെ ക്ലീനാക്കി വെക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. ശരിയാണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപൊരു കാര്യം, ഈ പറയുന്ന ആശ്രയത്വമുള്ള രോഗികൾ, ചിലപ്പോൾ പ്രായമായവർ, കിടപ്പിലായവർ, ഇവർക്ക് വേണ്ടി നമ്മളൊരു ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? വെറുതെ കടയിൽ പോയി ഒരു ബ്രഷ് വാങ്ങുന്ന പോലെയല്ല ഇത്. കുറച്ചുകൂടി ശ്രദ്ധ വേണം. പ്രധാനമായിട്ടൊരു 5 കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഒന്നാമതായിട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമായാലും അത് വളരെ സോഫ്റ്റ് ആയിരിക്കണം, നല്ല മൃദുവായിരിക്കണം. കാരണം അവരുടെ മോണ, വായുടെ ഉള്ള് അതൊക്കെ വളരെ ലോലമായിരിക്കും. മുറിവോ ബ്ലീഡിങ്ങോ വരാതിരിക്കണം. രണ്ടാമത്, നമുക്ക്, അതായത് പരിചരിക്കുന്ന ആൾക്ക് പിടിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം, ഈസി ടു ഹോൾഡ്. ചിലപ്പോൾ രോഗി അത്ര സഹകരിച്ചെന്ന് വരില്ല. അപ്പം നമുക്ക് എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ ഒരു സൗകര്യം കൂടി നോക്കണമല്ലോ. അതെ. മൂന്നാമതായി, ഒന്നുകിൽ എളുപ്പത്തിൽ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നതായിരിക്കണം, സിമ്പിൾ ടു ക്ലീൻ, അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് കളയാൻ പറ്റുന്ന ഡിസ്പോസബിൾ ആയിരിക്കണം. കാരണം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇത് നിർബന്ധമാണ്. നാലാമത്, വലിയ വിലയില്ലാത്തതും അഫോർഡബിളായിരിക്കണം, എളുപ്പത്തിൽ കിട്ടുന്നതുമാവണം, തൊട്ടടുത്ത കടയിലോ വീട്ടിലോ കിട്ടുന്നതും. അവസാനമായി, ഏറ്റവും പ്രധാനം, അത് സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം. മൂർച്ചയുള്ള ഭാഗങ്ങളോ ദോഷം ചെയ്യുന്ന കെമിക്കൽസോ ഒന്നും പാടില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യം പല്ല് വെട്ടിത്തിളങ്ങുക എന്നല്ല, മറിച്ച് വായ ക്ലീൻ ആയിരിക്കണം, ആവശ്യത്തിന് നനവുണ്ടായിരിക്കണം, വേദനയില്ലാതിരിക്കണം. അതാണ് പ്രധാനം. അതവർക്ക് വലിയൊരു ആശ്വാസം കൊടുക്കും. വളരെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്കായ കാര്യത്തിലേക്ക് വരാം. ടൂത്ത് ബ്രഷ്. പല്ലും മോണയും വൃത്തിയാക്കാൻ ഇതാണല്ലോ മെയിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ബ്രഷ് എടുക്കുമ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് തന്നെ നോക്കണം. കടകളിൽ ചോദിച്ചാൽ കിട്ടും. കുട്ടികളുടെ ബ്രഷ് ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം, എന്നാലും മുതിർന്നവർക്കുള്ള സോഫ്റ്റ് ബ്രഷാണ് നല്ലത്. പിന്നെ ബ്രഷിൻ്റെ തല, ആ ഹെഡ്, അത് ചെറുതായിരിക്കുന്നതാണ് നല്ലത്. കാരണം വായുടെ എല്ലാ ഭാഗത്തേക്കും എത്താൻ അതാ എളുപ്പം. കുട്ടികളുടെ ബ്രഷ് പോലത്തെ ചെറിയ തലയുള്ളത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ചിലർക്ക് കൈകൊണ്ട് ബ്രഷ് പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ചിലപ്പോൾ ഒരു വിറയൽ കാണും, അല്ലെങ്കിൽ ഗ്രിപ്പ് കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. ബ്രഷിൻ്റെ പിടിക്ക് കുറച്ചുകൂടി വണ്ണം വെപ്പിക്കാൻ ചില വഴികളുണ്ട്. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ചുറ്റുക, അല്ലെങ്കിൽ ഒരു കഷ്ണം തുണി ചുറ്റിയാൽ പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും. ചില ബ്രഷുകൾക്ക് വളയുന്ന തരം ഫ്ലെക്സിബിൾ ഹാൻഡിലുണ്ടാകും, അതും നല്ലതാണ്. ഇനി അതല്ല, വായ തീരെ തുറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വിരലിലിടാൻ പറ്റുന്ന ഒരു ഫിംഗർ ബ്രഷ്. അതൊരു സോഫ്റ്റ് റബ്ബർ പോലത്തെ സാധനമാണ്. നമ്മുടെ വിരലിലിട്ടിട്ട് പതുക്കെ പല്ലും മോണയും തുടച്ചു കൊടുക്കാം. ഈ ഫിംഗർ ബ്രഷ് നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് അത്ര സഹകരിക്കാത്തവരുടെ കാര്യത്തില്. ശരി, ഇനി ബ്രഷ് എങ്ങനെ ഉപയോഗിക്കണം,
അതിലും ശ്രദ്ധിക്കണമല്ലോ അല്ലേ? തീർച്ചയായും. ബ്രഷ് ആദ്യമൊന്ന് വെള്ളത്തിൽ നനയിക്കുക. എന്നിട്ട് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് വേണ്ട, ഒരു പയർമണിയുടെ അത്ര മതി. എന്നിട്ട് പല്ലിലും മോണയിലും ചേരുന്ന ഭാഗത്ത് വെച്ച് വളരെ പതുക്കെ ചെറിയ വട്ടത്തിൽ ബ്രഷ് ചലിപ്പിക്കുക. അമർത്തി ഉരയ്ക്കരുത്. ഒരു 2 മിനിറ്റെങ്കിലും എടുത്ത് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക. കഴിഞ്ഞാൽ തുപ്പാൻ പറ്റുന്നവരാണെങ്കിൽ തുപ്പട്ടെ. ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് പതുക്കെ ആ പത തുടച്ചു മാറ്റിയാൽ മതി. ബ്രഷ് എപ്പോൾ മാറ്റണമെന്നതിനും ഒരു കണക്കുണ്ട്. സാധാരണഗതിയിൽ ഒരു 3 മാസം കൂടുമ്പോൾ മാറ്റണം. അല്ലെങ്കിൽ അതിനു മുൻപേ ഈ ബ്രഷിന്റെ നാരുകൾ വിടർന്നു പോയാൽ അപ്പം മാറ്റണം. ഓക്കെ. പക്ഷേ ഈ സാധാരണ ടൂത്ത് ബ്രഷ് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ. ഉദാഹരണത്തിന് വായ തീരെ തുറക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ വായുടെ ഉള്ളിൽ നല്ല വേദനയോ മുറിവോ ഒക്കെ ഉള്ളവർ. അപ്പോൾ എന്തു ചെയ്യും? അതെ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബദൽ മാർഗങ്ങൾ നോക്കണം. ഫോം സ്വാബ് അല്ലെങ്കിൽ ടൂത്തെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം കിട്ടും. ഒരു സ്റ്റിക്ക്, അതിന്റെ അറ്റത്ത് ഒരു സ്പോഞ്ച് പോലത്തെ ഭാഗം. ഇത് വെച്ച് വളരെ മൃദുവായിട്ട് വായയുടെ ഉൾഭാഗം തുടച്ച് വൃത്തിയാക്കാം. ഇത് കടകളിൽ കിട്ടുമോ? സർജിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ ഒരു ബദലുണ്ടാക്കാം. വൃത്തിയുള്ള കുറച്ച് പഞ്ഞി, കോട്ടൺ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായ ഒരു കോട്ടൺ തുണിയുടെ കഷണം, ഗോസ് പീസ് പോലത്തെ. ഇത് ഒരു സ്പൂണിന്റെ പുറകിലോ അല്ലെങ്കിൽ അറ്റം കൂർപ്പില്ലാത്ത ഒരു ചെറിയ കോലിലോ ചുറ്റിയെടുക്കുക. എന്നിട്ടിത് ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിലോ, സലൈൻ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മൗത്ത് വാഷ് കുറച്ച് നേർപ്പിച്ചതിൽ മുക്കുക. എന്നിട്ടിത് ഉപയോഗിച്ച് പല്ല്, മോണ, നാവ്, കവിളിന്റെ ഉള്ള് എല്ലാം പതുക്കെ തുടച്ചെടുക്കുക. ഇത് വളരെ എളുപ്പമുള്ള വഴിയാണല്ലോ. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാവും. പഞ്ഞി എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. തീർച്ചയായും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. വളരെ സിമ്പിൾ, സേഫ്, എഫക്റ്റീവ്. ഓർക്കുക, വൃത്തിയാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെപ്പോഴും വില കൂടിയ സാധനങ്ങൾ വേണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അത് നന്നായി ചെയ്യാൻ പറ്റണം. ശരി. അടുത്തത് ടൂത്ത് പേസ്റ്റിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ മതിയെന്ന്. എങ്ങനത്തെ പേസ്റ്റ് ഇവർക്ക് നല്ലത്? ഏറ്റവും പ്രധാനം ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് നോക്കി വാങ്ങുക എന്നതാണ്. ഫ്ലൂറൈഡ് പല്ലിന് ബലം കൊടുക്കും, കേടുപാടുകൾ വരുന്നത് തടയാൻ സഹായിക്കും. പേസ്റ്റിന്റെ കവറിൽ ppm എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഫ്ലൂറൈഡിന്റെ അളവാണ്. ഏകദേശം 1000 തൊട്ട് 1500 ppm വരെയുള്ള പേസ്റ്റുകളാണ് മുതിർന്നവർക്ക് നല്ലത്. ppm എന്ന് വെച്ചാല്? പാർട്സ് പെർ മില്യൺ. അതായത് ആ പേസ്റ്റിൽ എത്രത്തോളം ഫ്ലൂറൈഡ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു അളവാണ്. ഒരു ദശലക്ഷത്തിൽ എത്ര ഭാഗം ഫ്ലൂറൈഡ് ഉണ്ട് എന്ന്. ഈ 1000-1500 ppm എന്നത് പല്ലിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ നൽകുന്ന അളവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അധികം പതയാത്ത നോൺ ഫോമിംഗ്, ലോ ഫോം പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരുപാട് പത വന്നാൽ അത് ചിലപ്പം ശ്വാസനാളത്തിലേക്ക് പോകാനും ചുമ വരാനും ഒക്കെ സാധ്യതയുണ്ട്. ഹെർബൽ പേസ്റ്റുകളോ? പലർക്കും ഇപ്പം അതിനോടാണല്ലോ താൽപ്പര്യം. ഹെർബൽ പേസ്റ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 കാര്യം ഉറപ്പാക്കണം. ഒന്ന്, അത് പല്ലിനെ ഉരച്ചു തേക്കുന്ന തരം പരുക്കൻ തരികൾ, എബ്രൈസീവ് പാർട്ടിക്കിൾസ് ഉള്ളതാവരുത്. 2, വായിൽ ചിലപ്പോൾ പുണ്ണുകളോ അൾസേഴ്സോ മുറിവുകളോ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കൂടുതൽ ഉപ്പോ അല്ലെങ്കിൽ ഭയങ്കര എരിവുള്ള മെന്തോൾ പോലത്തെ സാധനങ്ങളോ അതിലുണ്ടാകരുത്. അത് മൃദുവായിരിക്കണം. ഇനിയിപ്പോ പേസ്റ്റ് കിട്ടാനില്ല, അങ്ങനെയൊരു അവസ്ഥ വന്നാൽ എന്തു ചെയ്യും? അങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കാൻ ഒരു നുള്ളുപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും, നമ്മുടെ അപ്പക്കാരം, അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ഒരു പേസ്റ്റ് പോലെയാക്കി ഉപയോഗിക്കാം. പക്ഷേ ഇത് സ്ഥിരം ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. ഉപ്പ് അധികമായാൽ മോണയ്ക്ക് പ്രശ്നമാവാം. പിന്നെ ചിലർ പല്ല് വെളുപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് കരി, ഇഷ്ടികപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. അത് ഒരു കാരണവശാലും ചെയ്യരുത്. അത് പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഇനാമൽ എന്ന ലെയറിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും. ശരിയാണ്. ആ ഒരു ശീലം പലയിടത്തും ഇപ്പോഴും കാണുന്നുണ്ട്. ഇനി നമുക്ക് മൗത്ത് റിൻസുകളിലേക്ക് വരാം. വായ കഴുകാൻ ഉപയോഗിക്കുന്ന ലായനികൾ, അതിന്റെ ഒരു ആവശ്യകത എന്താണ്? മൗത്ത് റിൻസുകൾ പല കാര്യങ്ങൾക്കും നല്ലതാണ്. വായയ്ക്കൊരു ഫ്രഷ്നെസ് കിട്ടാൻ, വായിലുള്ള അണുക്കളുടെ എണ്ണം കുറയ്ക്കാൻ, ചെറിയ പുണ്ണോ മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ സഹായിക്കും. ചിലപ്പോൾ വേദന കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ തരം റിൻസുകൾ ഉപയോഗിക്കാം? ഏറ്റവും സിമ്പിൾ, ഏറ്റവും സേഫ്, ശുദ്ധമായ വെള്ളം, പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വായ കഴുകുന്നത് തന്നെയാണ്. ദിവസവും ചെയ്യുന്നത് നല്ലതാണ്.
പിന്നെ വളരെ എഫക്റ്റീവായ ഒന്നാണ് ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടർ റിൻസ്. ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കലക്കിയാൽ മതി. ഇത് വായിലെ പുണ്ണുങ്ങൾക്ക്, യൾസേഴ്സ്, മോണയിലെ ഇൻഫെക്ഷൻസിന്, ഗം ഇൻഫെക്ഷൻസിനൊക്കെ നല്ല ആശ്വാസം കൊടുക്കും. മുറിവുണങ്ങാനും നല്ലതാണ്. ഉപ്പുവെള്ളം അത്രയ്ക്ക് എഫക്റ്റീവാണോ? അതെ, ഉപ്പിന് അണുക്കളെ നിയന്ത്രിക്കാൻ ഒരു ചെറിയ കഴിവുണ്ട്. അതേസമയം അത് വായെ അധികം ഇറിറ്റേറ്റ് ചെയ്യില്ല. ഇളം ചൂടുവെള്ളമാവുമ്പോൾ ഒരു സുഖവും കിട്ടും. പിന്നെ കടകളിൽ പലതരം മൗത്ത് വാഷുകൾ കിട്ടുമല്ലോ. അത് വാങ്ങുമ്പോൾ ആൽക്കഹോൾ ഫ്രീ എന്നെഴുതിയത് നോക്കി വാങ്ങണം. കാരണം ആൽക്കഹോൾ ഉള്ളവ വായ കൂടുതൽ ഡ്രൈ ആക്കും, ചിലപ്പോൾ ഒരു പുകച്ചിൽ പോലെ ഉണ്ടാക്കും. ക്ലോർഹെക്സിഡിൻ അടങ്ങിയ മൗത്ത് വാഷുകൾ ഡോക്ടർമാർ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ ഗ്രാമ്പൂ, വേപ്പൊക്കെ ചേർന്ന ഹെർബൽ മൗത്ത് വാഷുകളും ഇപ്പോൾ കിട്ടും. ഗ്രീൻ ടീ കൊണ്ടുള്ള റിൻസോ? അത് നല്ലതാണോ? ഗ്രീൻ ടീ നല്ലൊരു ഓപ്ഷനാണ്. അധികം വീര്യമില്ലാത്ത ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള ഒന്നാണ്. ഇത് വായിലെ ദുർഗന്ധം കുറയ്ക്കാനും ബാക്ടീരിയ കുറയ്ക്കാനും സഹായിക്കും. സാധാരണ ഗ്രീൻ ടീ ഉണ്ടാക്കി ചൂടാറിയ ശേഷം ഉപയോഗിക്കാം. കിടപ്പിലായവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കും? അവർക്ക് തുപ്പാൻ പറ്റില്ലല്ലോ. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. തുപ്പാൻ പറ്റാത്ത ആളാണെങ്കിൽ മൗത്ത് വാഷ് വായിലൊഴിച്ച് കുലുക്കുഴിയാൻ പറയരുത്. അത് ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പകരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പഞ്ഞിയോ തുണിക്കഷ്ണമോ ഒരു കോലിൽ ചുറ്റിയിട്ട് അത് ഈ ലായനിയിൽ ഉപ്പുവെള്ളമോ മൗത്ത് വാഷോ എന്താണെന്ന് വെച്ചാൽ അതിൽ മുക്കുക. എന്നിട്ട് വായുടെ ഉൾഭാഗം നന്നായി തുടച്ചു കൊടുക്കുക. അതാണ് സേഫായ രീതി. ഓക്കെ, മനസ്സിലായി. ഇനി പല്ലുകളുടെ ഇട വൃത്തിയാക്കുന്ന കാര്യം, ഇന്റർഡെന്റൽ ക്ലീനിംഗ് ടൂൾസ്. ബ്രഷ് ചെയ്താലും പല്ലിന്റെ ഇടയിൽ അഴുക്ക് പോവില്ലല്ലോ. ശരിയാണ്, പല്ലുകൾക്കിടയിലെ ഭാഗം വൃത്തിയാക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ആശ്രയത്വമുള്ള രോഗികളുടെ കാര്യത്തിൽ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഇതിന് ഡെന്റൽ ഫ്ലോസ് എന്നൊരു നൂല് പോലത്തെ സാധനം, അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷ്, പ്രോക്സാ ബ്രഷ് എന്ന ചെറിയ ബ്രഷുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇത് പരിചരിക്കുന്ന ആൾക്ക് ചെയ്യാൻ എളുപ്പമാണോ? അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇതിന് കുറച്ചൊരു ട്രെയിനിങ് വേണം. ഇല്ലെങ്കിൽ മോണയിൽ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗിക്ക് വായ നന്നായി തുറന്നു തരാനും പറ്റണം. നമ്മൾ ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവാനും പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെന്നുറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ രോഗിക്ക് ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും സേഫായ മാർഗം നേരത്തെ പറഞ്ഞ പോലെ വിരലിൽ ഒരു നനഞ്ഞ തുണിക്കഷ്ണം ചുറ്റി പല്ലുകൾക്കിടയിലുള്ള ഭാഗം പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നതാണ്. അപ്പോ ഈ ഫ്ലോസിങ്ങും മറ്റും നിർബന്ധമൊന്നുമില്ല, ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം, അതും വളരെ ശ്രദ്ധിച്ച്. അതെ, സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അടുത്തത് നാവ്. നാവ് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നാവ് ക്ലീൻ ചെയ്യണം. ഭക്ഷണത്തിന്റെ അംശങ്ങൾ, ബാക്ടീരിയ, ഫംഗസ് ഇതൊക്കെ അടിഞ്ഞുകൂടാൻ നല്ല സാധ്യതയുള്ളൊരിടമാണ് നാവ്. പ്രത്യേകിച്ച് വായ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന ആളുകളിൽ നാവിന്റെ മുകളിലൊരു പാട പോലെ കാണാം. ഇത് വായനാറ്റത്തിനും ഇൻഫെക്ഷനുമൊക്കെ കാരണമാകാം. എങ്ങനെയാണ് നാവ് വൃത്തിയാക്കേണ്ടത്? കടകളിൽ കിട്ടുന്ന ടങ് ക്ലീനർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് വെച്ചും നാവ് വൃത്തിയാക്കാം. നാവിന്റെ കുറച്ച് പുറകിൽ നിന്ന് മുന്നോട്ട് വളരെ പതുക്കെ 1-2 തവണ വടിച്ചാൽ മതി. ശക്തിയായി ഉരയ്ക്കരുത്. എന്നിട്ട് വായ കഴുകുകയോ അല്ലെങ്കിൽ തുണി കൊണ്ട് തുടയ്ക്കുകയോ ചെയ്യാം. ഇനി ടങ് ക്ലീനർ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ സ്പൂണിന്റെ പുറകുവശം കൊണ്ടും പതുക്കെ ചെയ്യാം. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ സാന്ത്വന പരിചരണത്തിലുള്ളവരിൽ അവർക്ക് ഓക്കാനം വരാനുള്ളൊരു ടെൻഡൻസി, ഗാഗ് റീഫ്ലെക്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് വളരെ പതുക്കെ കുറച്ചു ഭാഗം മാത്രം ചെയ്താൽ മതി. നമ്മള് ഈ ഇടയ്ക്കിടെ പറയുന്ന പഞ്ഞി, കോട്ടൺ, സ്വാബുകള്, ഗോസ് കോട്ടൺ ആൻഡ് സ്വാബ്സ്, ഇതിന്റെ ഒരു പ്രാധാന്യം ഒന്നുകൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതും ചെയ്യാൻ പറ്റുന്നതുമാണല്ലോ. അതെ, വായ കഴുകാനോ ബ്രഷ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും സേഫായ, ഇഫക്റ്റീവായ ഒന്നാണിത്. ഗ്ലൗസ് ഇട്ട വിരലിൽ വൃത്തിയുള്ള പഞ്ഞിയോ തുണിക്കഷ്ണമോ ചുറ്റുക. വെള്ളത്തിലോ ഉപ്പുവെള്ളത്തിലോ മുക്കുക. പല്ല്, മോണ, നാവ്, കവിഴ് എല്ലാം മൃദുവായി തുടയ്ക്കുക. ഓരോ തവണ തുടയ്ക്കാനും പുതിയ പഞ്ഞി തുണി എടുക്കാൻ ശ്രമിക്കണം. വായ തുറയ്ക്കാൻ ലിമിറ്റേഷൻ ഉള്ളവർ, അബോധാവസ്ഥയിലുള്ളവർ, ട്യൂബിലൂടെ ഫീഡ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ അണുവിമുക്തമാക്കിയ പഞ്ഞി കിട്ടും. അല്ലെങ്കിൽ വൃത്തിയുള്ള നേർത്ത കോട്ടൺ തുണി, മസ്ലിൻ ക്ലോത്ത് സ്ട്രിപ്സൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് അണുവിമുക്തമാക്കി ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം.
ചുണ്ടുകളുടെ കാര്യമോ? ലിപ് കെയർ പ്രോഡക്ട്സ് കിടപ്പിലായവരുടെ ചുണ്ടുകൾ പെട്ടെന്ന് വരണ്ടു പൊട്ടുന്നത് കാണാറുണ്ടല്ലോ. അത് വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് ഓക്സിജൻ മാസ്കൊക്കെ വെക്കുന്നവരിൽ. ചുണ്ടുകൾ വരണ്ടു പൊട്ടിയാൽ അവർക്ക് വലിയ അസ്വസ്ഥതയും വേദനയുമാവും. ചിലപ്പോൾ ബ്ലീഡിങ്ങും ഉണ്ടാവും. ഇതൊഴിവാക്കാൻ ദിവസവും 2-3 തവണ ചുണ്ടിൽ എന്തെങ്കിലും പുരട്ടിക്കൊടുക്കണം. പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ഗ്ലിസറിൻ ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ പുരട്ടിയാലും മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, അധികം മണമോ നിറമോ ഉള്ള ലിപ് ബാമുകൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന തരം സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ ഒരു ചെറിയ കാര്യം അവർക്ക് വലിയൊരു റിലീഫായിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് വായവരൾച്ച, ഡ്രൈ മൗത്ത് സെറോസ്റ്റോമിയ. പ്രായമായവരിലും ഒരുപാട് മരുന്ന് കഴിക്കുന്നവരിലും ഇത് സാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെന്താ ചെയ്യാൻ പറ്റുക? വായ വരൾച്ച വളരെ കോമണായൊരു പ്രശ്നമാണ്. പ്രായം കൂടുമ്പോൾ ഉമിനീലിന്റെ അളവ് കുറയുന്നതൊരു കാരണം. പക്ഷെ അതിനേക്കാളും പല അസുഖങ്ങൾക്കും കഴിക്കുന്ന മരുന്നുകളാണ് പ്രധാന കാരണം. പ്രഷറിനും ഷുഗറിനും ഡിപ്രഷനുമുള്ള മരുന്നുകളൊക്കെ. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതും ഡീഹൈഡ്രേഷനും ഒരു കാരണമാണ്. വായ വരണ്ടാൽ സംസാരിക്കാനും ഭക്ഷണം ഇറക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, ടേസ്റ്റ് അറിയുന്നത് കുറയും, പല്ലിൽ കേടുവരാനും മോണരോഗം വരാനും സാധ്യത കൂടും. വായിൽ പൂപ്പൽ, ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ചാൻസുണ്ട്. ഇതിനെന്തെങ്കിലും സിമ്പിൾ റെമഡീസ് ഉണ്ടോ? ഉണ്ട്. ഇടയ്ക്കിടെ കുറേശ്ശെ വെള്ളം കൊടുക്കുന്നത് അവർക്ക് വിഴുങ്ങാൻ സേഫാണെങ്കിൽ നല്ലതാണ്. ഉപ്പുവെള്ളം, സലൈൻ റിൻസസ് കൊണ്ട് വായ തുടയ്ക്കുന്നത് ആശ്വാസം തരും. കടകളിൽ കൃത്രിമ ഉമിനീര്, ആർട്ടിഫിഷ്യൽ സലൈവ അല്ലെങ്കിൽ വായ നനവുള്ളതാക്കുന്ന ജെല്ലുകൾ, മോയ്സ്ചറൈസിംഗ് ജെല്ലുകൾ കിട്ടും. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം. എന്നാൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, എള്ളെണ്ണ, സെസ്മി ഓയിൽ അല്ലെങ്കിൽ ശുദ്ധമായ നെയ്യ്, ഘീ, ഇതൊരു പഞ്ഞിയിൽ കുറച്ചെടുത്ത് വായയുടെ ഉള്ളിൽ പതുക്കെ പുരട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സേഫുമാണ്. ഈ എണ്ണ പുരട്ടുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ. ശരി, ഇനി കൃത്രിമ പല്ല് സെറ്റ് വെക്കുന്നവരുടെ കാര്യം. അവരുടെ പല്ല് സെറ്റ് എങ്ങനെയാ ക്ലീൻ ചെയ്യേണ്ടത്? കൃത്രിമ പല്ല് സെറ്റ് ഉപയോഗിക്കുന്നവരെ അത് ദിവസവും ഊരി വൃത്തിയാക്കണം. അതിനുവേണ്ടി മാത്രമുള്ള ഡെഞ്ചർ ബ്രഷ് കിട്ടും. ഇല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ആയാലും മതി. പേസ്റ്റ് ഉപയോഗിക്കരുത്. വെറും വെള്ളത്തിലോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ സോപ്പ് വെള്ളത്തിലോ കഴുകി വൃത്തിയാക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പല്ല് സെറ്റ് ഊരി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കണം. കടകളിൽ ഡെഞ്ചർ ക്ലെൻസർ ടാബ്ലറ്റ് കിട്ടും. അത് വെള്ളത്തിലിട്ട് അതിൽ ഈ ഡെഞ്ചർ മുക്കി വയ്ക്കാം. രാവിലെ വായിൽ തിരികെ വെക്കുന്നതിന് മുൻപ് പല്ല് സെറ്റ് നന്നായി കഴുകണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുവെള്ളത്തിൽ ഡെഞ്ചർ ഇടരുത്. അതതിന്റെ ഷേപ്പ് മാറ്റിക്കളയും. ഈ ക്ലെൻസർ ടാബ്ലറ്റ് കിട്ടിയില്ലെങ്കിലോ? വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? അതിനും ഒരു വഴിയുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിടുക. അതിൽ 1-2 തുള്ളി വിനാഗിരി ഒഴിച്ച് ആ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഡെഞ്ചർ ഇട്ടുവെച്ചാൽ മതി. ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് ഡെഞ്ചർ ക്ലീനായിരിക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രി ഉറങ്ങുമ്പോൾ നിർബന്ധമായും ഡെഞ്ചർ ഊരിവെക്കണം എന്നതാണ്. എന്തിനാണ് രാത്രി ഊരിവെക്കുന്നത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡെഞ്ചർ ഇരിക്കുന്ന മോണയ്ക്കും മറ്റു ടിഷ്യൂസിനും കുറച്ചൊരു റെസ്റ്റ് കിട്ടാനും. 2, ഡെഞ്ചർ എപ്പോഴും ക്ലീനായി സൂക്ഷിച്ചില്ലെങ്കിൽ അതിനടിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ, ഡെഞ്ചർ സ്റ്റൊമറ്റൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. രാത്രി മുഴുവൻ വായിൽ വെച്ചാൽ ഈ സാധ്യത കൂടും. അതുകൊണ്ട് ഊരി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ശരിയായ രീതി. ഓക്കെ, അപ്പോ നമ്മൾ ഒരുവിധം എല്ലാ ടൂൾസിനെയും മെറ്റീരിയൽസിനെയും പറ്റി പറഞ്ഞു. ഇനി ഇതൊക്കെ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഓറൽ കെയർ ട്രേ റെഡിയാക്കി വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാ ഇതിനാണ് വേണ്ടത്? അതെ, എല്ലാം കൂടി ഒരു ട്രേയിൽ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കെയർ കൊടുക്കാൻ എളുപ്പമാവും, ടൈം ലാഭിക്കാം. ഒരു സാധാരണ ട്രേയിൽ വേണ്ട സാധനങ്ങൾ പറയാം. 1, ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ഞി ചുറ്റിയ കോല്. 2, ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ഉപ്പുവെള്ളം പോലത്തെ ലായനി. 3, ഒരു ചെറിയ കപ്പിൽ കുറച്ച് ശുദ്ധജലം. 4, വായ തുടയ്ക്കാനോ കഴുകാനോ ഉള്ള മൗത്ത് റിൻസ്, ഉപ്പുവെള്ളമോ മറ്റോ, അത് വേറൊരു കപ്പിൽ. 5, കുറച്ച് പഞ്ച്, കോട്ടൺ ബോൾസ് അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങൾ, ഗോസ് പീസസ്. 6, നിങ്ങൾക്കുപയോഗിക്കാൻ ഒരു ജോഡി ഗ്ലൗസ്, ഡിസ്പോസബിൾ ഗ്ലൗസ്, പറ്റുമെങ്കിൽ ഒരു മാസ്കും. 7, ഉപയോഗിച്ച സാധനങ്ങൾ ഇടാൻ ഒരു ചെറിയ പാത്രം, കിഡ്നി ട്രേയോ ബൗളോ. 8, ചുണ്ടിൽ പുരട്ടാനുള്ള ലൂബ്രിക്കന്റ്, വെളിച്ചെണ്ണയോ വാസലിനോ. 9, രോഗിയുടെ നെഞ്ചിലോ തലയിണയിലോ വിരിക്കാൻ ഒരു ചെറിയ ടവല്, വസ്ത്രം അഴിക്കാവാതിരിക്കാൻ. 10,
വേണമെങ്കിൽ വായുടെ ഉള്ളു കാണാൻ ഒരു ചെറിയ ടോർച്ചും വെക്കാം. ഇതെല്ലാം വൃത്തിയുള്ള ഒരു ട്രേയിൽ അടുക്കി വെക്കുക. ഓരോ തവണ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും ട്രേ തുടച്ച് വൃത്തിയാക്കണം. ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ തടയാനും നല്ലതാണല്ലോ അല്ലേ? തീർച്ചയായും. ഓരോ രോഗിക്കും വേണ്ടി സെപ്പറേറ്റ് സാധനങ്ങൾ റെഡിയാക്കുക. ഉപയോഗശേഷം ഡിസ്പോസിബിൾ അല്ലാത്തവ, അതായത് ബ്രഷ്, കപ്പ് ഒക്കെ നന്നായി സോപ്പിട്ട് കഴുകി ഉണങ്ങിയ ശേഷം സൂക്ഷിക്കുക. ബ്രഷുകൾ എപ്പോഴും ലേബിൾ ചെയ്തു വെക്കണം, പ്രത്യേകിച്ച് ഒന്നിലധികം പേരെ നോക്കുന്ന സ്ഥലങ്ങളിൽ. ഒരു കാരണവശാലും ഒരാൾ ഉപയോഗിച്ച ബ്രഷ് മറ്റൊരാൾക്ക് കൊടുക്കരുത്. ക്ലീനായിട്ടുള്ള സാധനങ്ങളും ഉപയോഗിച്ച സാധനങ്ങളും തമ്മിൽ കൂടിക്കലരാതെ നോക്കണം. ഇതെല്ലാം ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഭാഗമാണ്. നമ്മൾ ഈ സംസാരത്തില് പല ഇന്ത്യൻ ബദലുകളെക്കുറിച്ചും സൂചിപ്പിച്ചു. വെളിച്ചെണ്ണ, ഉപ്പുവെള്ളം, വേപ്പില, നെയ്യ്, സ്പൂൺ വെച്ച് നാവ് വൃത്തിയാക്കുന്നത്. ഇവയൊക്കെ ശരിക്കും എഫക്റ്റീവാണോ? ശരിയായ രീതിയിൽ സേഫായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയെല്ലാം വളരെ എഫക്റ്റീവാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇവ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. വലിയ ചെലവില്ല എന്നതാണ്. ഗ്രാമപ്രദേശങ്ങളിലും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കും ഇത് വലിയൊരു സഹായമാണ്. ഓർക്കേണ്ട കാര്യം, ഇതൊന്നും പരുക്കനായി ഉപയോഗിക്കരുത്. എപ്പോഴും ജെന്റിലായിരിക്കണം കെയർ. ഉദാഹരണത്തിന്, മൗത്ത് വാഷിന് പകരം ഉപ്പുവെള്ളം അല്ലെങ്കിൽ കടുപ്പം കുറഞ്ഞ ഗ്രീൻ ടീ, തിളപ്പിച്ചാറിയ വേപ്പില വെള്ളം ഇതൊക്കെ ഉപയോഗിക്കാം. ലിപ് ബാമിന് പകരം വെളിച്ചെണ്ണയോ നെയ്യോ, വായ വരൾച്ചയ്ക്ക് വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ പുരട്ടാം. ടൂത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഉപ്പും ബേക്കിംഗ് സോഡയും. ക്ലീൻ ചെയ്യാൻ പഞ്ഞിക്ക് പകരം വൃത്തിയുള്ള കോട്ടൺ തുണി. ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാവുന്ന നല്ല ബദലുകളാണ്. അവസാനമായിട്ട് ഈ സുരക്ഷാ മുൻകരുതലുകൾ, സേഫ്റ്റി ഫസ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാമോ? തീർച്ചയായും. ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. കെയർ തുടങ്ങുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പറ്റുമെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉപയോഗിക്കുക. ടൂത്ത് ബ്രഷോ തുണികളോ സ്വാബുകളോ രോഗികൾക്കിടയിൽ ഷെയർ ചെയ്യരുത്. ഒരു തവണ ഉപയോഗിച്ച സ്വാബ് വീണ്ടും ലായനിയിൽ മുക്കരുത്. ഉപയോഗിച്ച സാധനങ്ങൾ, പഞ്ഞി, സ്വാബൊക്കെ ഉടൻ തന്നെ ഒരു അടപ്പുള്ള വേസ്റ്റ് ബിന്നിൽ, കവേർഡ് ബിൻ ഇടുക. ഈ സിമ്പിൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഫെക്ഷൻ പകരാനുള്ള സാധ്യത ഒരുപാട് കുറയ്ക്കാൻ പറ്റും. വളരെ നന്ദി. ഈ വിവരങ്ങളൊക്കെ തീർച്ചയായും കെയർ കൊടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ച നമുക്കിവിടെ നിർത്താം. നമ്മൾ കണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. ആശ്രയത്വമുള്ളവരുടെ വായ നോക്കാൻ സിമ്പിൾ, സേഫ്, സോഫ്റ്റായ ടൂൾസ് മതി. രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ തുണി വെച്ച് തുടയ്ക്കുകയോ ചെയ്യാം. വില കൂടിയ സാധനങ്ങളില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബദലുകൾ ഇഫക്റ്റീവായി ഉപയോഗിക്കാം. ടൂൾസ് ക്ലീൻ ആക്കി വെക്കുന്നതും എല്ലാം ഒരു ട്രേയിൽ ഓർഗനൈസ് ചെയ്യുന്നതും കെയർ കൊടുക്കുന്നത് എളുപ്പവും സേഫുമാക്കും. ഈ പഠനസഹായിയുടെ ഒരു പ്രധാന സന്ദേശം ഇതാണ്: വായിലെ ശുചിത്വം ഒരിക്കലും വില കൂടിയ ഉപകരണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഒരു മൃദുവായ ബ്രഷോ കുറച്ച് ശുദ്ധജലമോ അല്ലെങ്കിൽ ഒരു കഷ്ണം വൃത്തിയുള്ള തുണിയോ കൂടെ പരിചരിക്കുന്ന നിങ്ങളുടെ ഒരു കൈയും മാത്രം മതിയാവും പലപ്പോഴും. ഏറ്റവും പ്രധാനം നിങ്ങളുടെ സമീപനമാണ്. ആ സൗമ്യത, സ്ഥിരമായ പരിചരണം, നിങ്ങൾ നോക്കുന്ന ആ വ്യക്തിയോടുള്ളൊരു ബഹുമാനം. ശരിയായ ഉപകരണങ്ങളും ശരിയായ മനസ്സുമുണ്ടെങ്കിൽ ഓരോ പരിചാരകനും ആശ്വാസം നൽകുന്ന ഒരു സംരക്ഷകനാകാൻ കഴിയും അവരുടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും. ഏറ്റവും പ്രധാനം, ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു അവസാന ചിന്ത ഇതാണ്: അടുത്ത തവണ നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിയുടെ വായ വൃത്തിയാക്കുമ്പോൾ വെറുതെ അതങ്ങ് ഒരു ജോലി പോലെ ചെയ്തു തീർക്കാതെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കാമോ? എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? ഒരു ചെറിയ നിറം മാറ്റം, ഒരു കുഞ്ഞു മുറിവ്, നാവിലൊരു വെളുത്ത പാട്. നിങ്ങളുടെ ആ ഒരു നോട്ടം, ഒരു ശ്രദ്ധ, ഒരുപക്ഷെ അവർക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയൊരു ബുദ്ധിമുട്ടിനെ തുടക്കത്തിലെ കണ്ടെത്താൻ സഹായിച്ചേക്കാം. ഈ പരമ്പരയിലെ അടുത്ത ഭാഗത്ത് ഓറൽ കെയറുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.